സെയിൽസിൽ കസ്റ്റമറുടെ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? സെയിൽസിൽ ശരിക്കും കസ്റ്റമറുടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ്. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സെയിൽസ്മാൻ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മാറണം. അയാളുടെ വാക്കുകൾ, അയാളുടെ പ്രവൃത്തി, അയാളുടെ പങ്ക്ച്വാലിറ്റി, ഏത് കസ്റ്റമറെയാണ് കാണാൻ പോകുന്നത്, ആ കസ്റ്റമർക്ക് അനുസരിച്ച് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 2 കോടിയുടെ കാറ് വിൽക്കാൻ പോവാണ്, പക്ഷെ ഒരു കൈലി മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്, അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യില്ല. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ വിൽക്കാൻ പറ്റുന്ന കമ്പനിയുടെ കോമ്പറ്റൻസി, ഇതൊക്കെ പ്രധാനമാണ്. ഇതിനോടൊപ്പം തന്നെ ആ ഒരു സെല്ലിംഗ് പ്രോസസ്സിൽ നമുക്ക് കസ്റ്റമറുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. ഈ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലപ്പോഴും കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല തനിക്ക് ആവശ്യം ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അത് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇതെനിക്ക് അത്യാവശ്യമാണെന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിലാണ് ഈ സെയിൽസിൽ വിശ്വാസം എന്ന് പറയുന്നൊരു ഘടകം. ഇതെല്ലാം ചേർന്ന് വരുന്നതാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നീഡ് ഐഡൻറ്റിഫൈയും കൂടെ വേണം. ഇങ്ങനെ സെയിൽസിനെ ഏറ്റവും ആഴത്തിൽ പഠിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സെല്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ സെയിൽസ് ടീമിൽ ഒരു സൂപ്പർ സക്സസ്ഫുൾ സെയിൽസ് ടീമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ വരുന്ന ഡിസംബർ 10-11 തീയതികളിൽ കോഴിക്കോട് അപ്പോളോ ഡിമോറയിൽ വെച്ച് നടക്കുന്ന സെയിൽസ് റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം.